अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. ओम शांति। ഇന്ന് 21/5/2025 പ്രഭാത മുരളി. ബാബ कहते हैं, मीठे बच्चे, तुम आत्माओं का प्यार एक बाप से है। बाप ने तुम्हें आत्मा से प्यार करना सिखलाया है, ശരീർ സെ നെഹി. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, നിങ്ങൾ ആത്മാക്കളുടെ സ്നേഹം ഒരേയൊരു ബാബയോടാണ്. ബാബ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ആത്മാവിനെ സ്നേഹിക്കുന്നത് പഠിപ്പിച്ചു തന്നത്, ശരീരത്തെയല്ല എന്ന് പറയാം അല്ലേ. ബാബ പറയാറുണ്ടല്ലോ, ആത്മാവിനെയാണ് സ്നേഹിക്കേണ്ടത്, ശരീരത്തെയല്ല. പ്രശ്ന, किस पुरुषार्थ में ही माया विघ्न डालती है? മായാജീത് बनने की युक्ति क्या है? ബാബ ചോദ്യം ചോദിക്കുകയാണ്, ഏത് പുരുഷാർത്ഥത്തിലാണ് മായ വിഘ്നമിടുന്നത്, അതുപോലെ മായാജീതായി മാറുന്നതിനുള്ള യുക്തി എന്താണ് എന്നാണ് ബാബ ഇന്നത്തെ ചോദ്യം ചോദിക്കുന്നത്. ഉത്തർ, തും പുരുഷാർത്ഥ കർത്തേ ഹോ കി हम बाप को याद करके अपने पापों को ഭസ്മ കരേ. അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്, അതായത്
ഞങ്ങൾ ബാബയെ ഓർമ്മിച്ച് ഞങ്ങളുടെ പാപത്തെ ഭസ്മമാക്കും. ഇതാണല്ലോ നമ്മുടെ പുരുഷാർത്ഥം. തോ ഇസ് യാദ് മേം ഹി മായാ കാ വിഘ്ന പഡ്താ ഹെ. അപ്പോൾ ഈ ഓർമ്മയിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നത്. കാരണം നമ്മൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ബാബയെ ഓർമ്മിക്കുക, ആ ഓർമ്മയിലൂടെ നമ്മുടെ പാപം ഭസ്മമാക്കാനാണ്. അപ്പോൾ ആ ഒരു പുരുഷാർത്ഥത്തിൽ തന്നെയാണ് മായ വിഘ്നമിടുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് ഉസ്താദ് തുമേ മായാജീത്ത് ബന്നേക്ക് യുക്തി ബത്താത്തേ ഹെ. അതായത് ഉസ്താദായ ബാബ നമ്മൾ കുട്ടികളെ മായാജീത്താക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള യുക്തി പറഞ്ഞു തരികയാണ്. തും ഉസ്താദ് കോ പഹചാൻ കർ യാദ് കരോ തോ ഖുഷി ഭി രഹേഗി, പുരുഷാർത്ഥ് ഭി കർത്തേ രഹേംഗെ ഓർ സർവീസ് ഭി ഖൂബ് കരേംഗെ. അപ്പോൾ ബാബ എന്താ പറയുന്നത്? നമ്മൾ ആ ഉസ്താദായ ബാബയെ മനസ്സിലാക്കി, അതായത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഓർമ്മിക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് വളരെയധികം സന്തോഷത്തിലും ഇരിക്കാൻ കഴിയും. അതുപോലെ പുരുഷാർത്ഥവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, സർവീസും അതായത് ബാബയുടെ സേവനവും വളരെ നല്ല രീതിയിൽ നമ്മൾ ചെയ്യുമെന്ന് ബാബ പറയാം. അതായത് എങ്ങനെയാണെങ്കിൽ ഉസ്താദായ ബാബയെ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുകയാണെങ്കിൽ മായാജീത്ത് ബി ബൻ ജായേങ്കെ, അതായത് മായാജീത്തായിട്ട് മാറാനും സാധിക്കുമെന്ന് ബാബ പറയാം. ഈ ബാബ എന്ന് ഗീതം പറയാണ്, ഇസ് പാപ് കി ദുനിയാസെ, അതായത് ഈ പാപത്തിൻ്റെ ലോകത്ത് നിന്നും. ഓം ശാന്തി. രുഹാനി ബച്ചോംനെ ഗീത് സുന അർത്ഥ സമജ. ബാബ ചോദിക്കാണ്, ആത്മീയ കുട്ടികൾ ഗീതം കേട്ടല്ലോ, അർത്ഥം മനസ്സിലായില്ലേ എന്ന് ബാബ ചോദിക്കാം. ദുനിയാമേം കോയി ബി അർത്ഥ നെഹി സമജത്തെ. ലോകത്തിലുള്ളവരാണെങ്കിലോ ഇതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാം. ബച്ചേ സമജത്തെ ഹെ ഹമാരി ആത്മാ കാ ലവ് പരംപിത പരമാത്മാ കെ സാത്ത് ഹെ. അപ്പം ബാബ പറയാണ്, കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് ഞങ്ങൾ ആത്മാക്കളുടെ സ്നേഹം പരമപിതാവായ പരമാത്മാവിനോടൊപ്പമാണ്. ആത്മാ അപ്നെ ബാപ്പ് പരംപിത പരമാത്മാക്കോ പുകാർത്തി ഹെ. അപ്പം ബാബ പറയാണ്, ആത്മാക്കളുടെ അച്ഛനായ പരമപിത പരമാത്മാവിനെ തന്നെയാണ് വിളിക്കുന്നത്. പ്യാർ ആത്മാമേം ഹേ യാ ശരീരമേം. അപ്പം ബാബ ചോദിക്കുകയാണ്, ഈ സ്നേഹം എന്ന് പറയുന്നത് ആത്മാവിനോടാണോ അതോ ശരീരത്തോടാണോ എന്ന് ബാബ ചോദിക്കാം. അബ് ബാപ്പ് സിക്കലാത്താ ഹേ പ്യാർ ആത്മാമേം ഹോനാ ചാഹിയെ. ഇപ്പം നമ്മളെ ബാബ പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹം നമുക്ക് ആരോടാണ് വേണ്ടത്? ആത്മാവിനോടാണ് വേണ്ടത്. ശരീരത്തോ കഥം ഹോ ജാനാ ഹേ, ശരീരമാണെങ്കിലോ നശിക്കാനുള്ളതാണ്. അപ്പോൾ ശരീരത്തോടല്ല സ്നേഹം വേണ്ടത്, ആത്മാവിനോടാണ്. കാരണം ആത്മാവാണ് അവിനാശി, ശരീരം വിനാശമാകാനുള്ളതാണ്. പ്യാർ ആത്മാമേം ഹേ, അതായത് സ്നേഹം ആത്മാവിനോട് തന്നെയാണ് വേണ്ടതെന്ന് ബാബ പറയാം. അബ് ബാപ്പ് സമജാത്താ ഹേ തുമാരാ പ്യാർ പരം ബാപ്പ് സേ ഹോനാ ചാഹിയെ ശരീരോം സേ നഹി. അപ്പം ബാബ പറയാണ്, നിങ്ങളുടെ സ്നേഹം, അതായത് ഇപ്പം നമുക്ക് ബാബ മനസ്സിലാക്കി തരാണ്, നിങ്ങൾ കുട്ടികളുടെ സ്നേഹം ബാബയോടാണ് വേണ്ടത്, അല്ലാതെ ശരീരത്തോടല്ല എന്ന് പറയാ ബാബ. ആത്മാഹി അപ്പനെ ബാപ്പു കോ പുകാർത്തി ഹേ കി പുണ്യ ആത്മാവോം കി ദുനിയാമേ ലേച്ചലോ. അപ്പം ബാബ പറയാണ്, ആത്മാക്കൾ തന്നെയാണ് ബാബയെ വിളിക്കുന്നത്, അതായത് ഞങ്ങളെ പുണ്യ ആത്മാക്കളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ആരാണ്? ആത്മാക്കൾ തന്നെയാണ് പരമാത്മാവിനെ വിളിക്കുന്നതെന്ന് ബാബ പറയാം. തും സമജത്തെ ഹോ ഹം പാപാത്മാ ദേ അബ് ഫിർ പുണ്യ ആത്മാ ബൻ രഹേ ഹേ. ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി ഞങ്ങൾ പാപാത്മാക്കളായിരുന്നു, ഇപ്പോൾ വീണ്ടും പുണ്യാത്മാവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബാബ തുംകോ യുക്തി സെ പുണ്യാത്മാ ബനാ രഹേ ഹേ. അപ്പം ബാബ പറയാണ്, ബാബ നിങ്ങൾ കുട്ടികളെ വളരെ യുക്തിപൂർവം പുണ്യ ആത്മാക്കളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ബാബ പറയാം.
बाप बताते तब तो बच्चों को अनुभव हो और समझे कि हम बाप द्वारा बाप की याद से പവിത്ര പുണ്യ ആത്മാ ബൻ രഹേ ഹേ. അപ്പം ബാബ പറയാണ്, അതായത് കുട്ടികൾക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്? ബാബ പറയുമ്പോഴാണ് കുട്ടികൾക്ക് അനുഭവം ഉണ്ടാകുന്നത്. അപ്പോഴാണ് കുട്ടികൾ മനസ്സിലാക്കുന്നതും. അതായത് ഞങ്ങൾ ബാബയിലൂടെ, ബാബയുടെ ഓർമ്മയിലൂടെ പവിത്ര പുണ്യ ആത്മാക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കുട്ടികൾക്ക് അനുഭവം ഉണ്ടാകുന്നത് ബാബ പറയുമ്പോഴാണ്. യോഗബൽ സേ ഹമാരെ പാപ് ഭസ്മ ഹോ രഹേ ഹേ. അതായത് നമ്മളുടെ പാപം, ബാബ പറയാറുണ്ടല്ലോ 63 ജന്മത്തെ പാപഭാരമുണ്ട് നമ്മളുടെ തലയിൽ. അപ്പോൾ ബാബ പറയാണ്, യോഗബലത്തിലൂടെയാണ് നമ്മളുടെ പാപം ഭസ്മമാകുന്നതെന്ന് കുട്ടികൾക്ക് മനസ്സിലായി. ബാക്കി ഗംഗ ആദിമേം കോയി പാപ് ദോയേ നഹി ജാത്തേ. അപ്പോൾ ബാബ പറയണ, അല്ലാതെ ഈ ഗംഗയ്ക്കൊന്നും ഈ പാപത്തിനെ കഴുകിക്കളയാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അതായത് ഭക്തിയിൽ അങ്ങനെയാണല്ലോ, ഗംഗാ സ്നാനം ചെയ്യുന്നതിലൂടെ പാപമെല്ലാം മാറുന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ബാബ പറയുന്നത് ബാബയുടെ ഓർമ്മയിലൂടെയാണ് പാപം ഭസ്മമാകുക. അല്ലാതെ ഗംഗാ സ്നാനത്തിലൂടെ അല്ലെങ്കിൽ ഗംഗയ്ക്കൊന്നും നമ്മളുടെ പാപത്തെ കഴുകിക്കളയാൻ സാധിക്കില്ല എന്ന് ബാബ പറയാം. शरीर मनुष्य गंगा स्नान करते हैं, शरीर को मिट्टी मलते हैं, परंतु उससे कोई पाप धुलते नहीं है. ബാബ പറയാണ്, അതായത് മനുഷ്യര് ഗംഗാ സ്നാനമൊക്കെ ചെയ്യും, അതുപോലെ ശരീരത്തെ ഈ മണ്ണിലും പൊതിഞ്ഞു വെക്കും. പക്ഷെ ബാബ പറയുന്നത് അതിലൂടെയൊന്നും ആരുടെയും പാപമൊന്നും കഴുകിക്കളയാൻ സാധിക്കില്ല എന്ന് പറയാ ബാബ. ആത്മാക്കെ പാപ് യോഗബൽ സേ ഹി നിക്കൽത്തേ ഹേ. ആത്മാവിലുള്ള പാപം യോഗബലം കൊണ്ട് മാത്രമാണ് മാറിപ്പോകുന്നതെന്ന് ബാബ പറയാം. കാരണം നമ്മൾ ആത്മാക്കള് പാപം ചെയ്യുന്നത് ആത്മാവിലാണ് റെക്കോർഡാകുന്നത്. അപ്പം നമ്മൾ എന്താണ് കരുതുന്നത്? നമ്മൾ ശരീരമാണെന്ന് കരുതിയിട്ടാണ് ശരീരത്തെ പോയിട്ട് സ്നാനം ചെയ്യുന്നതും, അതായത് ശരീരത്തെ മണ്ണിൽ ഇങ്ങനെ പൊതിഞ്ഞു വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? പാപം ശരീരത്തിലാണെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു, ആത്മാവിലാണ് പാപം അടങ്ങിയിട്ടുള്ളത്. അപ്പം ഈ ആത്മാവിൽ അടങ്ങിയിട്ടുള്ള പാപത്തെ കളയണമെങ്കിൽ പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ മാത്രമേ സാധിക്കൂവെന്ന് ബാബ പറയാം. കാത് നിക്കൽത്തി ഹേ യഹ് തോ ബച്ചോം കോ ഹി മാലൂം ഹേ ഓർ നിശ്ചയ് ഹേ ഹം ബാബാ കോ യാദ് കരേംഗേ തോ ഹമാരെ പാപ് ഭസ്മ ഹോങ്കേ. അപ്പം ബാബ പറയാണ്, അതായത് ആത്മാവിലാണല്ലോ കറ പറ്റിയിരിക്കുന്നത്. അപ്പം കുട്ടികൾക്ക് ഇത് മനസ്സിലായി. അതുപോലെ നിശ്ചയവുമായി, അതായത് ഞങ്ങൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങളിലെ പാപമെല്ലാം ഭസ്മമാകും. അത് കുട്ടികൾക്ക് ഇപ്പം നിശ്ചയമായി. പിന്നെ ബാബ പറയാണ്, നിശ്ചയ് ഹേ തോ ഫിർ പുരുഷാർത്ഥ് കർണ ചാഹിയേന. അപ്പം ബാബ പറയാണ്, അങ്ങനെ നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും പുരുഷാർത്ഥം ചെയ്യേണ്ടതല്ലേ എന്ന് ബാബ ചോദിക്കാം. ഇസ് പുരുഷാർത്ഥ് മേം ഹി മായ വിഘ്ന ഡാൽത്തി ഹേ. അതായത് ഈ പുരുഷാർത്ഥത്തിൽ തന്നെയാണ് മായ നിങ്ങൾക്ക് വിഘ്നമിടുന്നത്. കാരണം ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് നമ്മളിലെ പാപം മാറിപ്പോകുന്നത്. അപ്പം ബാബയെ ഓർമ്മിക്കാനിരിക്കുമ്പോൾ തന്നെയാണ് മായ വിഘ്നമിടുന്നതെന്നും ബാബ പറയാം. രൂസത്തം സേ മായാബി അച്ചി രീതി രൂസത്തം ഹോക്കർ ലഡ്ത്തി ഹേ. അതായത് ബാബ പറയുന്നത് വളരെ ശക്തിശാലിയായ മായ ശക്തിശാലിയായ ആളുകളുടെ അടുത്ത് തന്നെയാണ് യുദ്ധത്തിന് വരുന്നതെന്ന് പറയാം ബാബ. കച്ചേ സേ ക്യാ ലഡേങ്കി. അതായത് പാകമാകാത്തവരുടെ അടുത്ത് എന്ത് യുദ്ധം ചെയ്യാനാണ് എന്ന് ബാബ പറയാ. ബച്ചോം കോ ഹമേശ യഹ് ഖ്യാൽ രഖനാ ഹേ ഹംകോ മായാജീത് ജഗജ്ജീത് ബന്നാ ഹേ. ബാബ പറയാണ്, കുട്ടികൾക്ക് സദാ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തയുണ്ടായിരിക്കണം. അതായത് ഞങ്ങൾക്ക് മായാജീത്തും ജഗത് ജീത്തുമായിട്ട് മാറേണ്ടതാണ്. ഈ ഒരു ചിന്ത കുട്ടികൾക്ക് സദാ ഉണ്ടായിരിക്കണം എന്ന് ബാബ പറയാം. മായാജീത്തെ ജഗത് ജീത്ത് കാ അർത്ഥ ബി കോയി സമജ്തേ നഹി. ബാബ പറയാണ്, മായാജീത്ത് ജഗത് ജീത്ത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൻ്റെ അർത്ഥം ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാം ബാബ. അബി തും ബച്ചോം കോ സംജായാ ജാത്താ ഹേ തും കൈസേ മായാ പർ ജീത്ത് പാ സക്തേ ഹോ.
ഇപ്പോൾ ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ എങ്ങനെയാണ് മായയുടെ മുകളിൽ ജയിക്കുന്നത്, എങ്ങനെ നിങ്ങൾക്ക് മായയുടെ മുകളിൽ ജയിക്കാൻ കഴിയും. ഈ ഒരു കാര്യം ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്. മായാബി സമർത്ഥഹേന, മായയും സമർത്ഥനാണെന്ന് പറയാ ബാബ. തും ബച്ചോം കോ ഉസ്താദ് മിലാ ഹുവാ ഹേ, നിങ്ങൾ കുട്ടികൾക്ക് ഉസ്താദിനെ കിട്ടിയിരിക്കുകയാണ്. ഉസ് ഉസ്താദ് കോബി നമ്പർവാർ കോയി വിരള ജാൻതാ ഹേ. അപ്പൊ ബാബ പറയുന്നത് ആ ഉസ്താദിനെയും നമ്പർവാർ അനുസരിച്ച്, അതായത് നമ്പർ വൈസ് അനുസരിച്ച് വളരെ കുറച്ചു പേരെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ബാബ പറയാ. ജോ ജാൻതാ ഹേ ഉൻകോ ഖുഷി ബി രഹതി ഹേ. ആരാണോ ഈ ഉസ്താദിനെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നത്, അതായത് ബാബയെ യഥാർത്ഥ രീതിയിൽ ആരാണോ മനസ്സിലാക്കുന്നത്, അവർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുന്നു ബാബ പറയാം. പുരുഷാർത്ഥ് ബി ഖുദ് കർത്തേ ഹേ, അവര് പുരുഷാർത്ഥവും സ്വയം ചെയ്യുമെന്ന് ബാബ പറയാം. സർവീസ് ബി ഖൂബ് കർത്തേ ഹേ, അമർനാഥ് പർ ബഹുത്ത് ലോക് ജാത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ബാബയെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടികളുടെ സവിശേഷത ബാബ പറയാണ്, അവർ വളരെയധികം സന്തോഷത്തിലിരിക്കും, അതുപോലെ പുരുഷാർത്ഥവും സ്വയം ചെയ്യും, ബാബയുടെ സേവനവും നല്ല രീതിയിൽ ചെയ്യുമെന്ന് ബാബ പറയാം. അമർനാഥ് പർ ബഹുത്ത് ലോക് ജാത്തേ ഹേ, അമർനാഥ് ആ ക്ഷേത്രത്തിലേക്ക് ധാരാളം ആളുകൾ പോകുന്നുണ്ട് എന്ന് ബാബ പറയാം. അബ് സബി മനുഷ്യ കഹത്തെ ഹേ വിശ്വമേം ശാന്തി കൈസേ ഹോ. ഇപ്പൊ എല്ലാ മനുഷ്യരും പറയുന്നുണ്ടല്ലോ ഈ വിശ്വത്തില് എങ്ങനെ ശാന്തി വരും. അബി തും സബ്കോ സിദ്ധ് കർ ബത്തലാത്തേ ഹോ കി സത്യയുഗമേം കൈസേ സുഖ ശാന്തി ദി. അപ്പൊ ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും, അതായത് സത്യയുഗത്തിൽ എങ്ങനെയായിരുന്നു ശാന്തിയും സുഖവും ഉണ്ടായിരുന്നതെന്ന്. ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികൾക്ക് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് തെളിയിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാം. സാരേ വിശ്വപ്പർ ശാന്തി ദി, മുഴുവൻ വിശ്വത്തിലും ശാന്തി ഉണ്ടായിരുന്നു. ഇൻ ലക്ഷ്മി നാരായൺ കാ രാജ്യത കോയി ഓർ ധർമ്മ നിഹീത. അപ്പൊ സത്യയുഗത്തില് ആരുടെ രാജ്യമായിരുന്നു? ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമായിരുന്നു. വേറെ ഒരു ധർമ്മവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ബാബ പറയാം. आज से 5000 वर्ष हुए जबकि सतयुग था, फिर सृष्टि को चक्र तो जरूर लगाना है. ബാബ പറയണ, ഇന്നേക്ക് 5000 വർഷം മുമ്പ് ഇവിടെ സത്യയുഗം ഉണ്ടായിരുന്നു. പിന്നീട് ഈ സൃഷ്ടിചക്രം കറങ്ങണല്ലോ, ആ സൃഷ്ടിചക്രം കറങ്ങി കറങ്ങിപ്പോ അന്തിമത്തിലെത്തി. ഇനി വീണ്ടും എന്ത് വരണം? സത്യയുഗം വരണം. അതാണ് ബാബ പറയുന്നത്. ചിത്രോം സേ തും ബിൽക്കുൽ ക്ലിയർ ബത്താത്തേ ഹോ കൽപ്പ് പഹലെ ബി ഏസെ ചിത്ര ബനായേതേ. ബാബ പറയുന്നത് നിങ്ങൾക്ക് ചിത്രത്തിലൂടെ തികച്ചും ക്ലിയർ ആയിട്ട്, വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കിതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുമെന്ന് ബാബ പറയാ. കൽപ്പം മുമ്പും ഇതേ രീതിയിൽ ചിത്രം ഉണ്ടാക്കിയിരുന്നു. ഇപ്പൊ കൽപ്പം ബാബ ഉണ്ടാക്കുന്നുണ്ട് ഈ ചിത്രം. കാരണം കൽപ്പം ബാബ വരുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം നൽകാൻ, അതുപോലെ പുതിയ സത്യയുഗം സ്ഥാപിക്കാൻ ഒക്കെ ബാബ വരുന്നുണ്ട്. അപ്പൊ കൽപ്പം മുമ്പ് എന്തൊക്കെ ചെയ്തു അത് ഈ ഒരു സമയത്തും ബാബ ചെയ്യുന്നുണ്ട്. അതാണ് ബാബ പറയുന്നത് ചിത്രം കൽപ്പം മുമ്പും ഉണ്ടാക്കിയിരുന്നു എന്ന്. ദിൻ പ്രതിദിൻ കഹാം ബച്ചെ ചിത്രോമേം തിഥി താരിഖ് ലിഖ്ത ഭൂൽ ജാത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രം ഉണ്ടല്ലോ, അതില് ഈ ഡേറ്റും സമയവും ഒക്കെ എഴുതാൻ ചില കുട്ടികൾ മറക്കുന്നുണ്ടെന്ന് ബാബ പറയാം. കാരണം അവരുടെ ആ ഒരു സമയം, ഏത് സമയത്താണ് ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത് എന്നുള്ളത് എഴുതണം അതിൽ. അതാണ് ബാബ പറയുന്നത്. ദിൻ പ്രതിദിൻ ഇംപ്രൂവ്മെന്റ് ഹോത്തി ജാത്തി ഹേ. അതായത് ഓരോ ദിവസം ചെല്ലുന്തോറും പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ബാബയുടെ യജ്ഞത്തിലേക്ക് കുട്ടികൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു ബാബ പറയാം. അപ്പോൾ അതുപോലെ ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തിലും ഈ എന്താ പറയുക, ബാബ സമയവും ഡേറ്റും എല്ലാം എഴുതണമെന്ന് ബാബ പറയാം. അത് മറക്കരുതെന്ന് പറയാം ബാബ. ലക്ഷ്മി നാരായൺ കെ ചിത്രമേ തിഥി താരീഖ് ജരൂർ ഹോനി ചാഹിയേ. ഈ ലക്ഷ്മി നാരായണന്റെ ചിത്രത്തില് ഈ തീയതിയും സമയവും എല്ലാം കറക്റ്റായിട്ട് എഴുതണമെന്ന് ബാബ പറയണം. തീർച്ചയായിട്ടും വേണമെന്ന് പറയാം ബാബ.
तुम बच्चों की बुद्धि में बैठा हुआ है ना कि हम സ്വർഗവാസി ദേ അബ് ഫിർ ബന്നാ ഹെ. ബാബ പറയണ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഉണ്ട്, അതായത് ഞങ്ങൾ സ്വർഗവാസി ആയിരുന്നു, സ്വർഗത്തിലായിരുന്നു, സ്വർഗവാസിയായിരുന്നു, ഇപ്പോൾ വീണ്ടും സ്വർഗവാസിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ടെന്ന് ബാബ പറയാം. ജിത്തന ജോ പുരുഷാർത്ഥ് കർത്തേ ഹേ ഉത്തന പദ് പാത്തേ ഹേ. അപ്പം ബാബ പറയണത് ആരാണോ എത്രമാത്രം പുരുഷാർത്ഥം നമ്മൾ ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് പദവി ഉയർന്നതായിരിക്കും. അപ്പോൾ എത്രയ്ക്ക് നമ്മൾ പുരുഷാർത്ഥം ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യാനാണ് ബാബ പറയുന്നത്. കാരണം അപ്പം അത്രയും ഉയർന്ന പദവിയും ലഭിക്കും. അബി ബാപ് ദ്വാര തും ജ്ഞാൻ കി അതോറിറ്റി ബനേ ഹോ. ഇപ്പൊ ബാബ പറയാണ്, ബാബയിലൂടെ നിങ്ങളിപ്പോൾ ജ്ഞാനത്തിന്റെ അതോറിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഭക്തി അബ് കലാസ് ഹോ ജാനി ഹേ. ഇപ്പൊ ഭക്തി ഇപ്പോ തീർച്ചയായിട്ടും അവസാനിക്കേണ്ടതുണ്ട്. സത്യയുഗ ത്രേതാമേ ഭക്തി തോടെ ഹി ഹോഗി. ഇപ്പൊ ബാബ പറയണത് സത്യത്രേതായുഗത്തില് ഭക്തി തീരെ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാം. ബാദമേ ആദാ കൽപ്പ് ഭക്തി ചൽത്തി ഹേ. സത്യത്രേതായുഗത്തിന് ശേഷം പിന്നീട് അരക്കൽപ്പം ഭക്തി നടക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഭക്തി മാർഗമാണ്. സത്യത്രേതായുഗം എന്ന് പറയുന്നത് ജ്ഞാനമാർഗമാണ്. പിന്നീട് അരക്കൽപ്പമാണ് ഭക്തി മാർഗം നടക്കുന്നത്. യഹ്ബി അബി തും ബച്ചോം കോ സമജ്മേം ആത്താ ഹേ. ബാബ പറയുന്നത് ഇതും ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആദാ കൽപ്പ് കെ ബാദ് രാവൺ രാജ് ശുരു ഹോത്താ ഹേ. അതായത് പകുതി കൽപ്പത്തിനു ശേഷം, അതായത് സത്യത്രേതായുഗത്തിന് ശേഷം പിന്നീട് രാവണ രാജ്യം ആരംഭിക്കുന്നു. സാരാ കേൽ തും ഭാരതവാസിയോം പർ ഹി ഹേ. ബാബ പറയുന്നത് മുഴുവൻ കളിയും നിങ്ങൾ ഭാരതവാസികളുടെ മേൽ തന്നെയാണെന്ന് പറയാ ബാബ. ചൗരാസി ക ചക്ര ഭാരത് പർ ഹി ഹേ. അതായത് 84ന്റെ ചക്രം ഭാരതത്തിൽ തന്നെയാണെന്ന് പറയാ ബാബ. ഭാരത് ഹി അവിനാശി ഗണ്ഡ് ഹേ യഹ് ബി ആകെ തോടെ ഹി പദാത. ബാബ പറയുന്നത് ഭാരതം തന്നെയാണ് അവിനാശിയായിട്ടുള്ള ഗണ്ഡം. ഈ ഒരു കാര്യവും മുൻപ് നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഭാരതം മാത്രമാണ് അവിനാശിയായിട്ടുള്ള ഗണ്ഡമെന്ന് നമുക്കറിയില്ലായിരുന്നു. ബാബയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത്. ലക്ഷ്മി നാരായൺ കോ ഗോഡ് ഗോഡസ് കഹ്തേ ഹേന. ലക്ഷ്മി നാരായണനെ ദേവി ദേവത എന്നാണ് പറയുക. കിത്തന ഊഞ്ച് പദ് ഹേ ഓർ പടായി കിത്തന സഹജ് ഹേ. ബാബ പറയുന്നത് എത്ര ഉയർന്ന പദവിയാണ് അല്ലേ. ലക്ഷ്മി നാരായണൻ പദവി എന്ന് പറയുന്നത് വളരെ ഉയർന്നതാണല്ലോ. അപ്പൊ ആ പദവി പ്രാപ്തമാക്കാനുള്ള പഠിപ്പോ അത് വളരെ സഹജമാണ് എന്ന് ബാബ പറയാം. യഹ് 84 കാ ചക്ര പൂരാക്കർ ഫിർ ഹം വാപ്പസ് ജാത്തേ ഹേ. ഇപ്പൊ നമ്മൾ എന്താണ് ഈ 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയാക്കി ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. കാരണം ബാബ പറയാറുണ്ടല്ലോ, നാടകം പൂർത്തിയായി കഴിഞ്ഞു, ഇപ്പോൾ തിരിച്ചു പോകേണ്ട സമയമാണ്. 84 കാ ചക്ര കഹനെ സേ ബുദ്ധി ഊപ്പർ ചലി ജാത്തി ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്, 84 ജന്മത്തിന്റെ ആ ചക്രം പറയുന്നതിലൂടെ ബുദ്ധി മുകളിലേക്ക് പോകുന്നു എന്ന് ബാബ പറയാം. അബി തുംകോ മൂൽവദൻ സൂക്ഷ്മവദൻ സ്ഥൂൽവദൻ സബ് യാദ് ഹേ. അപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മൂലവദനം, സൂക്ഷ്മവദനം, സ്ഥൂലവദനം ഈ മൂന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടെന്ന് ബാബ പറയാം. ആകെ തോടെ ഹി ജാൻതേ ദേ സൂക്ഷ്മവദൻ ക്യാ ഹോത്താ ഹേ. അപ്പൊ ബാബ പറയുന്നത് മുൻപ് ഇതൊന്നും ഒട്ടും അറിയില്ലായിരുന്നു. ഈ സൂക്ഷ്മവദനം എന്ന് പറയുന്നത് എന്തിനെയാണ്, അതൊന്നും മുൻപ് അറിയില്ലായിരുന്നു എന്ന് പറയാ ബാബ. അബി തും സമജ്തേ ഹോ വഹാം കൈസേ മൂവി മേം ബാത്ചീത് കർത്തേ ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി അവിടെ, അതായത് സൂക്ഷ്മവദനത്തില് എങ്ങനെയാണ് ചലനങ്ങളിലൂടെ നിങ്ങൾ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ബാബ പറയാം. മൂവി ബൈസ്കോപ്പ് ബി നിക്കൽ ദാദ. അപ്പൊ ബാബ പറയുന്നത് ഈ ചലനത്തിന്റെ മൂവി, അതായത് ചലനത്തിന്റെ സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതും ബാബ പറയാണ്. തുംകോ സമജാനാമേം സഹജ് ഹോത്താ ഹേ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണെന്ന് ബാബ പറയാം.
സൈലൻസ്, മൂവി, ടോക്കി. അതായത് 3 ലോകത്തിലെ കാര്യം പറയാം ബാബ. അതായത് സൈലൻസ് അതെവിടെയാണ്? മൂലവതനത്തിൽ. അവിടെ ശാന്തിധാം മൂലവതനം എന്നൊക്കെ പറയുന്നിടത്ത് സൈലന്റ് ആയിരിക്കും. പിന്നെ മൂവി അതായത് ചലനം. ചലനം എവിടെയാണ്? സൂക്ഷ്മവതനത്തിൽ. അവിടെ സംസാരം ഉണ്ടായിരിക്കില്ല, പക്ഷെ ചലനം ഉണ്ടായിരിക്കും. പിന്നീട് ടോക്കി അതായത് ഈ സ്ഥൂലവതനം, ഈ ലോകം. ഇവിടെ ചലനവും ഉണ്ടായിരിക്കും, ശബ്ദവും ഉണ്ടായിരിക്കും എന്ന് ബാബ പറയാം. തും സബ് ജാൻതേ ഹോ ലക്ഷ്മി നാരായണൻ കെ രാജ്യ സെ ലേക്കർ അബ് തക് സാരാ ചക്ര ബുദ്ധി മേം ഹേ. ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഇതെല്ലാം മനസ്സിലായി. അതായത് ലക്ഷ്മി നാരായണന്റെ രാജ്യം മുതൽ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മുഴുവൻ ചക്രവും നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. തുമേം ഗൃഹസ്ഥ വ്യവഹാർ മേം രഹത്തെ യഹി ഓന ലഗാ രഹേഗി ഹംകോ പാവൻ ബന്നാ ഹേ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾ കുട്ടികൾക്ക് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ഈ ഒരു പ്രതിജ്ഞയെടുക്കണം. അതായത് ഞങ്ങൾക്ക് പാവനമായിട്ട് മാറുക തന്നെ വേണം. ബാപ്പ് സമജാത്ത ഹേ ഗൃഹസ്ഥ വ്യവഹാർ മേ രഹത്തെ ബി ഇസ് പുരാനി ദുനിയാ സെ മമത്വ മിട്ടാദോ. അപ്പൊ ബാബ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്. അതായത് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ഈ പഴയ ലോകത്തോടുള്ള മമത്വം നിങ്ങൾ ഉപേക്ഷിക്കൂ. കാരണം ബാബ പറയാറുണ്ട് ഈ പഴയ ലോകം നശിക്കാനുള്ളതാണ്, പിന്നീട് എന്തിനാണ് ഇതിൽ മമത്വം വെക്കുന്നത് എന്ന് ബാബ പറയുന്നുണ്ടല്ലോ. അതാണ് ബാബ പറയുന്നത്, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ഈ പഴയ ലോകത്തോടുള്ള മമത്വം നിങ്ങൾ ഉപേക്ഷിക്കൂ. ബച്ചോം ആദിക്കോ ബൽ സംഭാലോ. അതായത് കുട്ടികളെയും കുടുംബത്തെയും എല്ലാം നിങ്ങൾ സംരക്ഷിക്കൂ. പരന്തു ബുദ്ധി ബാപ്പ് കെ തരഫ് ഹോ. പക്ഷെ ബുദ്ധി എവിടേക്കായിരിക്കണം? ബാബയുടെ അടുത്തേക്കായിരിക്കണം. कहते हैं ना हाथों से काम करते ബുദ്ധി ബാപ് തരഫ് രഹോ. അപ്പൊ ബാബ പറയുന്നത് ഇങ്ങനെ പറയാറുണ്ട്, കൈകൾ കൊണ്ട് ജോലി ചെയ്യുമ്പോഴും ബുദ്ധി ആരുടെ അടുത്തേക്ക് പോകണം? ബാബയുടെ അടുത്തേക്ക് പോകണം. ബച്ചോം കോ സിക്കലാവോ പിലാവോ സ്നാൻ കരാവോ ബുദ്ധി മേ ബാപ്പ് की याद हो क्योंकि जानते हो आत्मा पर पापों का बोझ बहुत है इसलिए ബുദ്ധി ബാബ് की तरफ लगी रहे. അപ്പം ബാബ എന്താ പറയുന്നത്? കുട്ടികളെ നിങ്ങൾ കഴിപ്പിക്കൂ, കുടിപ്പിക്കൂ, അതുപോലെ അവരെ കുളിപ്പിക്കൂ, എല്ലാം ചെയ്യൂ. പക്ഷെ ബാബ പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും ബുദ്ധി എവിടേക്ക് പോകണം? ബാബയുടെ അടുത്തേക്ക് പോകണം. അതെന്തുകൊണ്ടാണ് ബാബ പറയുന്നത്? അതായത് ബാബ പറയാണ്, നിങ്ങൾക്കറിയാം ആത്മാവില് പാപത്തിന്റെ ഒരുപാട് ഭാരമുണ്ട്. ഈ അത്രയും നിറഞ്ഞിരിക്കുകയാണ് പാപഭാരം. അതുകൊണ്ട് ബുദ്ധി എപ്പോഴും ആരുടെ അടുത്തേക്ക് പോകണം? പരംപിത പരമാത്മാവായ അച്ഛൻ്റെ അടുത്തേക്ക് ബുദ്ധി പോകണം. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ അതെല്ലാം ചെയ്യണം. അതായത് കുടുംബത്തിലിരുന്നു കൊണ്ടും കുടുംബത്തെയും കുട്ടികളെയും നോക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുമ്പോഴും അതിൽ മമത്വം പാടില്ല. മമത്വം വിട്ടിട്ട് ബുദ്ധി എവിടേക്ക് പോകണം? ഒരേ ഒരു ബാബയുടെ അടുത്തേക്ക് പോകണമെന്ന് ബാബ പറയാം. കാരണം നമ്മുടെ ആത്മാവിൽ അത്രയും പാപഭാരമുണ്ട്. ഈ പാപഭാരം കളയണത് എപ്പോഴാണ്? ബാബയെ ഓർമ്മിക്കുമ്പോഴാണ് പാപമെല്ലാം ഭസ്മമാകുക. അപ്പം അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ബാബയെ ഓർമ്മിക്കൂ. നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ബാബയുടെ ഓർമ്മയിൽ ചെയ്യൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഉസ് മാഷുക്കോ ബഹുത്ത് ബഹുത്ത് യാദ് കർണാ ഹേ. ആ ഒരു പ്രിയതമനെ നിങ്ങൾ വളരെ വളരെ ഓർമ്മിക്കണം എന്ന് പറയാ ബാബ. മാഷുക്ക് ബാപ്പ് തും സബ് ആത്മാവോं को कहते हैं मुझे याद करो यह पार्ट भी अब चल रहा है फिर 5000 വർഷ ബാദ് ചലേഗാ. അപ്പൊ ആ പ്രിയതമനായ ബാബ നമ്മൾ കുട്ടികളോട് പറയുകയാണ്, ബാബയെ ഓർമ്മിക്കൂ, അതായത് എന്നെ ഓർമ്മിക്കൂ. ഈ പാർട്ട് ഇപ്പോഴാണ് നടക്കുന്നത്, അല്ലെ? ഈ സംഗമയുഗത്തിലാണ് ഈ പാർട്ട് നടക്കുന്നത്. ഇനി വീണ്ടും അത് എപ്പോഴുണ്ടാകും? 5000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേ പാർട്ട് ഉണ്ടാകുമെന്ന് ബാബ പറയാം. ബാപ്പ് കിത്തിനി സഹജ് യുക്തി ബത്താത്തേ ഹേ. ബാബ എത്ര സഹജമായ യുക്തികളാണ് നമ്മൾ കുട്ടികളോട് പറഞ്ഞു തരുന്നത്. കോയി തക്ലീഫ് നഹി. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ബാബ ഉണ്ടാക്കുന്നില്ല. കോയി കഹേ ഹം തോ യഹ് കർ നഹി സക്തേ ഹംകോ ബഹുത്ത് തക്ലീഫ് ബാസ്തി ഹേ യാദ് കി യാത്ര ബഹുത്ത് മുഷ്കിൽ ഹേ. അപ്പൊ ബാബ പറയാണ്, ചില കുട്ടികൾ പറയും ഞങ്ങൾക്കിത്
ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയും. അതായത് ഞങ്ങൾക്കിത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പരിശ്രമകരമാണെന്നൊക്കെ ചില കുട്ടികൾ ബാബയോട് പറയും. അപ്പൊ ബാബ പറയാണ്, അരേ തും ബാബാക്കോ യാദ് നെഹി കർ സക്തേ ഹോ. ബാബ ചോദിക്കുന്നത്, എന്താ നിങ്ങൾക്ക് ഈ അച്ഛനെ ഓർമ്മിക്കാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുക ബാബ. ബാപ്പുക്കോ തോടെ ഹി ബോൽനാ ചാഹിയേ. അപ്പൊ ബാബയെ നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് ബാബ പറയാ. ബാപ്പുക്കോ തോ അച്ചി രീതി യാദ് കർണാ ഹേ, തബ് വികർമ്മ വിനാശ് ഹോങ്കേ ഓർ തും എവർ ഹെൽത്തി ബനേങ്കേ. അപ്പൊ ബാബ പറയാണ്, നിങ്ങൾ ബാബയെ നല്ല രീതിയിൽ ഓർമ്മിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ വികർമ്മം വിനാശമാകും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ എവർ ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നിങ്ങൾക്ക് കഴിയും. എപ്പോഴാണ്? ബാബയെ ഓർമ്മിക്കുമ്പോൾ. അതുകൊണ്ട് ബാബ പറയാണ്, ബാബയെ മറക്കരുത്. നെഹി തോ ബനേങ്കി നെഹി, അഥവാ നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എവർ ഹെൽത്തിയുമാകില്ല, അതുപോലെ വികർമ്മവും വിനാശമാകില്ല. തുംകോ റായ് ബഹുത് അച്ചി ഏക് ടീക് മിൽത്തി ഹേ. അപ്പൊ ബാബ പറയുന്നത്, നിങ്ങൾക്ക് ഇതിനുള്ള ഒരു വഴി ഒരു ഡോസിലാണ് ബാബ തരുന്നതെന്ന് പറയാ ബാബ. ഏക് ടീക്ക് ദവായി ഹോത്തി ഹേന, അതായത് ഒരു ഡോസ് മരുന്ന് എന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ബാബ ഇവിടെ നമുക്ക് വികർമ്മം വിനാശമാകാനും അതോടൊപ്പം എവർ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനുള്ള ഒറ്റൊരു ഡോസാണ് തരുന്നത്, അതായത് ബാബയുടെ ഓർമ്മ. യഹ് ഗ്യാരണ്ടി കർത്തേ ഹേ ഇസ് योग बल से तुम 21 जन्मों के लिए കബി രോഗി നഹി ബനേങ്കെ. ബാബ പറയാണ്, ഞാൻ ഗ്യാരണ്ടി തരാണ്, ഈ യോഗബലത്തിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് ഒരിക്കലും നിങ്ങൾ രോഗിയായി വരില്ല. അതായത് രോഗമുണ്ടാകുകയില്ല, എവർ ഹെൽത്തി ആയിട്ടിരിക്കും. അതൊരു ജന്മമല്ല, 21 ജന്മം. അപ്പം എങ്ങനെയാണെങ്കിൽ? യോഗബലത്തിലൂടെ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ. അപ്പോൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് എത്രമാത്രം ഗുണമുണ്ട് അല്ലേ? 21 ജന്മത്തേക്കാണ് നമ്മൾ നിരോഗിയായിട്ടിരിക്കുന്നത്. സിർഫ് ബാപ്പുക്കോ യാദ് കരോ കിത്തിനി സഹജ് യുക്തി ഹേ. അതായത് കേവലം നിങ്ങൾ ബാബയെ ഓർമ്മിക്കുക. ഈ 21 ജന്മത്തേക്കുള്ള പ്രാപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ബാബ എന്താ പറഞ്ഞു തരുന്നത്? കേവലം ബാബയെ ഓർമ്മിക്കുക. ഇതാണ് വളരെ സഹജമായിട്ടുള്ള യുക്തി എന്ന് ബാബ പറയാം. ഭക്തി മാർഗമേ യാദ് കർത്തേ ദേ അൻജാനേ സേ. അതായത് ഭക്തി മാർഗത്തിലും നിങ്ങൾ ഓർമ്മിച്ചിരുന്നു ഈശ്വരനെ അല്ലേ? പക്ഷെ അത് യഥാർത്ഥ രീതിയിൽ അറിഞ്ഞിട്ടല്ല, അറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഈശ്വരന്റെ രൂപം എന്താണ്, ഈശ്വരന്റെ കർത്തവ്യം എന്താണ്, ഇതൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ടാണ് ഭക്തി മാർഗത്തിൽ നമ്മൾ ഈശ്വരനെ ഓർമ്മിച്ചിരുന്നതെന്ന് പറയാ ബാബ. अब बाप बैठ समझाता है, तुम समझते हो हम कल्प पहले भी बाबा आपके पास आए दे, പുരുഷാർത്ഥ കർത്തേ ദേ. ഇപ്പൊ ബാബ ഇരുന്ന് മനസ്സിലാക്കി തരാണ്. അതായത് നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പൊ അറിയാം, ഞങ്ങൾ കൽപ്പം മുമ്പും വന്നിട്ടുണ്ട്, ബാബയുടെ അടുത്ത് വന്നിട്ടുണ്ട്, പുരുഷാർത്ഥവും ചെയ്തിട്ടുണ്ട്. പക്കാ നിശ്ചയ ഹോഗയാഹേ, നിങ്ങൾക്കത് നല്ല ഉറച്ച നിശ്ചയമായി കഴിഞ്ഞു എന്ന് പറയാം. അതായത് കൽപ്പം മുമ്പും ബാബയുടെ അടുത്ത് വന്നിട്ടുണ്ട്, ഈ പുരുഷാർത്ഥവും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ നല്ല നിശ്ചയമായി. ഹം ഹി രാജ്യ കർത്തേ ദേ ഫിർ ഹംനെ ഗവായ, അബ് ഫിർ ബാബ ആയാ ഹുവാ ഹേ, ഉൻസെ രാജ്യഭാഗ്യ ലേനാ ഹേ. അപ്പം ബാബ പറയാണ്, നമ്മൾ രാജ്യം ഭരിച്ചിട്ടുണ്ട് ഇവിടെ, പിന്നെ നമ്മൾ തന്നെയാണ് അത് നഷ്ടപ്പെടുത്തിയത്. ഇപ്പൊ വീണ്ടും ബാബ വന്നിരിക്കുകയാണ്, ആ രാജ്യഭാഗ്യം നേടിത്തരാൻ ബാബ വീണ്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറയാണ്, ബാബയിലൂടെ തന്നെ നിങ്ങൾ ആ രാജ്യഭാഗ്യം നേടിയെടുക്കണം. ബാപ്പ് കഹത്തെ ഹേ മുझे യാദ് കരോ ഓർ രാജായി കോ യാദ് കരോ. അപ്പൊ ബാബ എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, അതുപോലെ നിങ്ങൾ ആ രാജ്യഭാഗ്യത്തെയും ഓർമ്മിക്കൂ. മന്മനാഭവ, അതായത് സ്വയം ആത്മാവാന്ന് മനസ്സിലാക്കി പരമാത്മാവായ ബാബയെ ഓർമ്മിക്കൂ. അന്ത്മതി സോഗതി ഹോ ജായേഗി, അതായത് അന്തിമത്തിൽ എങ്ങനെയാണോ ഓർമ്മ അതുപോലെയാണല്ലോ നമ്മുടെ അടുത്ത ജന്മം. അപ്പം നമ്മൾ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തിമഗതി നല്ലതായിരിക്കും. അഭി നാടക പൂരാ ഹോത്താ ഹേ വാപ്പസ് ജായേങ്കെ. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്, തിരിച്ച് പോകേണ്ടതുണ്ട്. ബാബ ആയേ ഹേ സബ്കോ ലേ ജാനേ ലിയേ. അപ്പം ബാബ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് എന്തിനാണ്? എല്ലാവരെയും തിരികെ കൊണ്ടുപോകാനാണ്.
ജൈസെ വർ വധു കോ ലേനെ ലിയെ ആത്തെ ഹെ, അതായത് എങ്ങനെയാണോ വരൻ വധുവിനെ കൊണ്ടുപോകാനായിട്ട് വരുന്നത്, അതാണ് ബാബ പറയുന്നത്. ബ്രൈഡ്സ് കോ ബഹുത് ഖുഷി ഹോത്തി ഹെ ഹം അപ്പനെ സസുരാൽ ജാത്തെ ഹെ, അതായത് ഈ ബ്രൈഡ്സ് വധുക്കളുണ്ടല്ലോ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുന്ന ബാബ പറയാ. അതായത് ഞങ്ങൾ സസുര അതായത് ഭർതൃഗൃഹത്തിലേക്ക് പോകുകയാണ് എന്ന സന്തോഷം എല്ലാ വധുക്കൾക്കും ഉണ്ടായിരിക്കുന്ന ബാബ പറയാ. തും സബ് സീതാവും ഹോ ഏക് രാമക്കി, ബാബ പറയുന്നത് നിങ്ങളെല്ലാവരും സീതമാരാണ്, ഒരേ ഒരു രാമന്റെ. രാം ഹി തുംകോ രാവൺ കി ജയിൽ സെ ചുടാക്കർ ലേ ജാത്തെ ഹെ, അതായത് രാമൻ തന്നെയാണ് നിങ്ങളെ രാവണന്റെ ജയിലിൽ നിന്നും നിങ്ങളെ വിടുവിച്ചിട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാ ബാബ. ലിബറേറ്റർ ഏക് ഹി ഹെ, രാവൺ രാജ്യസെ ലിബറേറ്റ് കർത്തെ ഹെ, ഇത് ലിബറേറ്റർ ഒരേ ഒരാളാണ്. ആരാണ്? ബാബയാണ്. അതായത് രാവണ രാജ്യത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രനാക്കുന്നത് ആരാണ്? ഒരേ ഒരു രാമനാണ്. രാവണ രാജ്യത്തിൽ നിന്നും നിങ്ങളെ സ്വതന്ത്രമാക്കി നിങ്ങളെ കൂടെ കൊണ്ടുപോകുന്നു പറയാ രാമനായ ബാബ. कहते भी है यह रावण राज्य है परंतु യഥാർത്ഥ രീതി സമജത്തെ നഹി ഹെ, ബാബ പറയുന്നുണ്ട് ഇത് രാവണ രാജ്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയുന്നത് യഥാർത്ഥ രീതിയിൽ ഇത് മനസ്സിലാക്കുന്നില്ല. अभी बच्चों को समझाया जाता है औरों को समझाने के लिए बहुत अच्छी अच्छी पॉइंट्स दी जाती है. ഇപ്പൊ ബാബ പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കുന്നുണ്ട്, ഈ ബാബ എന്തൊക്കെ പറഞ്ഞു തന്നോ അതെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ധാരാളം പോയിന്റ്സുകൾ ബാബ നൽകുന്നുണ്ട്. കാരണം ബാബ നമുക്ക് എന്തിനാ ജ്ഞാനം നൽകുന്നത്? നമ്മളിൽ ധാരണയാകാനും നമ്മളിൽ ധാരണയായിട്ടുള്ള പോയിന്റുകളെല്ലാം മറ്റുള്ളവരെ കൂടി കേൾപ്പിക്കാനാണ്. ബാബാനെ സംജായ യഹ് ലിഖ് ദോ കി വിശ്വമേം ശാന്തി കൽപ്പ് പഹലെ മുവാഫിക് ബാപ്പ് സ്ഥാപൻ കർ രഹേ ഹേ. അപ്പൊ ബാബ പറയുന്നത് ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ഇങ്ങനെയും എഴുതൂ, അതായത് വിശ്വത്തില് ശാന്തി കൽപ്പം മുമ്പ് എങ്ങനെയാണോ ബാബ സ്ഥാപിച്ചത് അതുപോലെ തന്നെ ഇപ്പോഴും സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വത്തിലെ ശാന്തി കൽപ്പം ബാബ വന്ന് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ കൽപ്പം മുമ്പ് ബാബ എങ്ങനെയാണോ ഈ വിശ്വത്തിലെ ശാന്തി സ്ഥാപിച്ചത് അതുപോലെ ഇപ്പോഴും ശാന്തി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മദ്വാര സ്ഥാപന ഹോ രഹി ഹേ, ബ്രഹ്മാവിലൂടെയാണ് ബാബ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു കാ രാജ്യത തോ വിശ്വമേം ശാന്തി ദീന, അതായത് വിഷ്ണുവിന്റെ രാജ്യം ഉണ്ടായിരുന്നു, അപ്പൊ തീർച്ചയായിട്ടും വിശ്വത്തില് ശാന്തി ഉണ്ടായിരുന്നു. വിഷ്ണു സോ ലക്ഷ്മി നാരായൺ ദേ യഹ് ബി കോയി സമജത്തെ തോടേ ഹി ഹേ, ബാബ പറയുന്നത് വിഷ്ണു തന്നെയാണ് ലക്ഷ്മി നാരായണൻ, ഈ ഒരു കാര്യം വേറെ ആർക്കും മനസ്സിലാക്കുന്നില്ല എന്ന് ബാബ പറയാ. വിഷ്ണു ഓർ ലക്ഷ്മി നാരായണൻ ഓർ രാധേ കൃഷ്ണക്കോ അലഗ് അലഗ് സമജത്തെ ഹേ, അതായത് ബാബ പറയുന്നത് ലോകത്തിലുള്ളവര് വിഷ്ണു അതുപോലെ ലക്ഷ്മി നാരായണൻ അതുപോലെ രാധാകൃഷ്ണൻ ഇതെല്ലാം വേറെ വേറെയാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. പക്ഷെ ബാബ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് വിഷ്ണു എന്ന് പറയുന്നത് ലക്ഷ്മി നാരായണന്റെ കമ്പൈൻഡ് രൂപമാണ്. അതുപോലെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നതോ ലക്ഷ്മി നാരായണന്റെ ചെറുപ്പകാലമാണ്. ഇതൊക്കെ ബാബ വന്നിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. അബി തുമ്നെ സംജാഹേ സ്വദർശൻ ചക്രധാരി ബി തും ഹോ, അതായത് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി സ്വദർശന ചക്രധാരികൾ നിങ്ങൾ തന്നെയായിരുന്നു. ശിവബാബ ആക്കർ സൃഷ്ടി ചക്ര കാ ജ്ഞാൻ ദേത്തെ ഹേ, ശിവബാബ വന്നിട്ടാണ് ഈ സൃഷ്ടി ചക്രത്തിന്റെ ജ്ഞാനം നമുക്ക് നൽകുന്നത്. ഉൻ ദ്വാര അബി ഹംബി മാസ്റ്റർ ജ്ഞാൻ സാഗർ ബനെ ഹേ, ആ ബാബയിലൂടെ ഇപ്പോൾ നമ്മളും മാസ്റ്റർ ജ്ഞാന സാഗരമായിട്ട് മാറിയിരിക്കുകയാണ്. തും ജ്ഞാൻ നദിയോം ഹോന, ബാബ പറയുന്നത് നിങ്ങൾ ജ്ഞാന നദികളാണ്. യഹുത്തോ ബച്ചോം കേ ഹി നാം ഹേ, ഇത് നിങ്ങൾ കുട്ടികളുടെ തന്നെ പേരാണ്, അതായത് ജ്ഞാന നദികൾ. ജ്ഞാനസാഗരൻ ബാബയാണ്, ജ്ഞാന നദികൾ നമ്മൾ കുട്ടികളാണ്. കാരണം ജ്ഞാനസാഗരനായ ബാബയാണ്
നമ്മൾ കുട്ടികൾക്ക് ജ്ഞാനം തന്നിട്ട് ബാബയ്ക്കൊപ്പം മാസ്റ്റർ ജ്ഞാനസാഗരനാക്കി മാറ്റുന്നത്. അപ്പം മാസ്റ്റർ ജ്ഞാനസാഗരൻ എന്ന് ബാബ പറയുന്നത് നമ്മൾ കുട്ടികളെയാണ്, അതായത് ജ്ഞാന നദികൾ. ഭക്തി മാർഗ് മേം മനുഷ്യ കിത്തന സ്നാൻ കർത്തേ ഹേ കിത്തന ഭടക്തേ ഹേ. ബാബ പറയുന്നത് ഭക്തി മാർഗത്തില് മനുഷ്യര് എത്ര സ്നാനങ്ങൾ, അതായത് ഗംഗാ സ്നാനം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമല്ലോ ഭക്തി മാർഗത്തില്, അത് എത്രയാ ചെയ്യുന്നത്, അതുപോലെ എത്രയാണ് അലഞ്ഞു തിരിയുന്നതെന്ന് പറയാം. കാരണം ഓരോ ക്ഷേത്രങ്ങളിലേക്കും തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അലച്ചിലാണല്ലോ അത്. അതാണ് ബാബ പറയുന്നത് ഭക്തി മാർഗത്തില് ധാരാളം സ്നാനം ചെയ്യലും അലച്ചിലൊക്കെ ഉണ്ടെന്ന് പറയാ ബാബ. ബഹുത്ത് ദാൻ പുണ്യ ആദി കർത്തേ ഹേ സാഹുകാർ ലോകത്തോ ബഹുത്ത് ദാൻ കർത്തേ ഹേ. ബാബ പറയുന്നത് ഭക്തി മാർഗത്തില് ധാരാളം ദാനപുണ്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് സമ്പന്നരായ വ്യക്തികളാണെങ്കിലോ ഒരുപാട് ദാനപുണ്യം ചെയ്യുന്ന ബാബ പറയാം. സോനാബി ദാൻ കർത്തേ ഹേ, സ്വർണം വരെ അവര് ദാനം ചെയ്യുന്നു എന്ന് ബാബ പറയാം. തുമ്പി അഭി സമജ്തേ ഹോ ഹം കിത്ന ഭടക്തേ. ബാബ പറയുന്നത് നിങ്ങൾക്കും ഇപ്പോൾ മനസ്സിലായി നമ്മൾ എത്രമാത്രം അലഞ്ഞിരുന്നു അല്ലെ. ഭക്തിമാർഗത്തില് നമ്മളും അലഞ്ഞിരുന്നു ഭഗവാനെ തേടിയിട്ട്. ഇപ്പോൾ ഭഗവാൻ വന്നിട്ടാണ് ഭഗവാന്റെ പരിചയം നമുക്ക് തന്നത്. അബ് ഹം കോയി ഹടയോഗി തോ ഹേ നഹി. ഇപ്പൊ നമ്മള് അങ്ങനെയുള്ള ഹടയോഗികളൊന്നുമല്ല എന്ന് പറയാം. ഹടയോഗികൾ എന്ന് പറയുന്നത് ശരീരത്തെ ബുദ്ധിമുട്ടിക്കാണ്. കാരണം അലച്ചിൽ എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തെ ബുദ്ധിമുട്ടിക്കലാണല്ലോ. അതാ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഹടയോഗികളല്ല. കാരണം നമുക്ക് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞു, ഭഗവാനെ മനസ്സിലായി കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ആരാണ്? രാജയോഗികളാണെന്ന് പറയാ ബാബ. പവിത്ര ഗൃഹസ്ഥാശ്രം കേദേ ഫിർ രാവൺ രാജ്യമേം അപവിത്ര ബനേഹെ. അതായത് ബാബ പറയാണ് ഇവിടെ പവിത്രമായ ഗൃഹസ്ഥാശ്രമമായിരുന്നു, പിന്നീട് രാവണ രാജ്യം വന്നപ്പോൾ എന്തുണ്ടായി? അപവിത്രമായിട്ട് മാറി എന്ന് പറയാ ബാബ. ഡ്രാമ അനുസാർ ബാപ്പ് ഫിർ ഗൃഹസ്ഥ ധർമ്മ ബനാ രഹാ ഹേ ഓർ കോയി ബനാ നാ സകെ. അപ്പൊ ബാബ പറയുന്നത് ഡ്രാമ അനുസരിച്ച് ബാബ വീണ്ടും ഈ ഗൃഹസ്ഥധർമ്മം, അതായത് പവിത്രമായിട്ടുള്ള ഗൃഹസ്ഥധർമ്മം ഉണ്ടാക്കുകയാണ്. ഇത് വേറെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഈ പവിത്രമായ ഗൃഹസ്ഥധർമ്മം ബാബയ്ക്ക് മാത്രമേ ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. മനുഷ്യ തുംകോ കഹത്തെ ഹേ കി തും സബ് പവിത്ര ബനേംഗേ തോ ദുനിയ കൈസേ ചലേഗി. അപ്പൊ ബാബ പറയുന്നത് മനുഷ്യര് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പവിത്രമായിട്ടിരുന്നാൽ ഈ ലോകം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിക്കും മനുഷ്യര്. അപ്പൊ ബാബ പറയാണ് ബോലോ ഇത്തനെ സബ് സന്യാസി പവിത്ര രഹത്തെ ഹേ ഫിർ ദുനിയ കോയി ബന്ദ് ഹോ ഗയേ ഹേ ക്യാ. അപ്പൊ ബാബ പറയാണ് നിങ്ങളപ്പോ അവരോട് ചോദിക്കും, ഇത്രയും സന്യാസിമാര് പവിത്രമായിട്ടിരിക്കുന്നുണ്ട്, എന്നിട്ടെന്താ ഈ ലോകം നിന്നു പോയോ എന്ന് ചോദിക്കാൻ പറയാ ബാബ. അരേ സൃഷ്ടി ഇത്തനി ബഡ് ഗയി ഹേ खाने के लिए अनाज भी नहीं और സൃഷ്ടി ഫിർ ക്യാ ബഡായെങ്കെ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ നോക്കൂ, സൃഷ്ടി ഇപ്പോൾ തന്നെ ഇത്രയും അധികമായി അല്ലേ, അത്രയും ജനസംഖ്യയാണ്. ഭക്ഷണത്തിന് പോലും, അതായത് ധാന്യങ്ങൾ വളരെ കുറവാണ്, കഴിക്കാനായിട്ട് ധാന്യങ്ങളെ ഇല്ല എന്ന് പറയാം ബാബ. ഇനിയും വീണ്ടും ഇത് അധികമായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്. അബി തും ബच्चे समझते हो बाबा हमारे सन्मुख हाजिर नाजिर है परंतु उनको इन आंखों से देख नहीं सकते. ഇപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി ബാബ നമ്മളുടെ മുന്നിൽ സന്മുഖത്ത് ഹാജരാണ്, പക്ഷെ നമ്മൾക്ക് ബാബയെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ബുദ്ധി സേ ജാൻതേ ഹേ, ബുദ്ധി കൊണ്ടാണ് ബാബയെ നമ്മൾ അറിയുന്നത്. ബാബ ഹം ആത്മാവും കോ പഠാത്തേ ഹേ ഹാജിർ നാജിർ ഹേ. അതായത് ബാബ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്, സന്മുഖത്ത് ഹാജരാണ്. അപ്പൊ ബാബ ബ്രഹ്മ ബാബയുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ കണ്ണുകൾ കൊണ്ട് ബാബയെ കാണാൻ സാധിക്കില്ല, പക്ഷേ ബുദ്ധി കൊണ്ട് നമുക്ക് ബാബയെ അറിയാൻ സാധിക്കും അല്ലെ. നമുക്ക് അനുഭവമുണ്ട്, ബാബയെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ബാബ പറയുന്നത്. ജോ വിശ്വശാന്തി കി ബാത്തേ കർത്തേ ഹേ ഉനേം തും ബതാവോ കി വിശ്വമേം ശാന്തി തോ ബാപ്പ് കരാ രഹാ ഹേ.
അപ്പൊ ബാബ പറയുന്നത് ആരാണോ വിശ്വശാന്തിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത് അവരുടെ അടുത്ത് നിങ്ങൾ പറയൂ, അതായത് വിശ്വത്തിൽ ശാന്തി ബാബ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയൂ എന്ന് ബാബ പറയാം. ഉസ്നെ उसने लिए ही पुरानी दुनिया का विनाश सामने खड़ा है. 5000 വർഷ പഹലെ ബി വിനാശ് ഹുവാ താ. അപ്പം ഈ പുതിയൊരു ലോകം സ്ഥാപിക്കണം, അതിനു വേണ്ടിയിട്ട് ഈ പഴയ ലോകത്തിന്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. 5000 വർഷം മുമ്പും ഇതേ വിനാശം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ പഴയ ലോകം വിനാശം ചെയ്യുമ്പോഴാണ് പുതിയ ലോകത്തിന്റെ സ്ഥാപനയും നടക്കുന്നത്. അപ്പൊ ബാബ പറയുന്നത് 5000 വർഷം മുമ്പും ഈ വിനാശം അവിടെ ഉണ്ടായിട്ടുണ്ട്. അബീബി യഹ് വിനാശ് സാമനെ കടാ ഹേ ഫിർ വിശ്വ പർ ശാന്തി ഹോ ജായേഗി. അപ്പൊ ബാബ പറയുന്നത് എങ്ങനെയാണോ മുൻപ് ഇതുപോലെ വിനാശം ഉണ്ടായിട്ട് പുതിയ ലോകം സ്ഥാപിച്ചിട്ടുള്ളത്, അതുപോലെ ഇപ്പോഴും ഈ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. പിന്നീട് വിശ്വത്തിൽ ശാന്തി തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ബാബ പറയാ. അബി തും ബച്ചോം കി ബുദ്ധി മേം ഹേ ഹി യഹ് ബാതേം. ഇപ്പൊ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയാ ബാബ. ദുനിയാമേം കോയി നെഹി ജാൻതേ. അതായത് ലോകത്തിൽ ഇതാർക്കും അറിയില്ല. കോയി നെഹി ജിൻകി ബുദ്ധി മേം യഹ് ബാതേം ഹോ. അതായത് ബാബ പറയുന്നത് ഇത് ആരുടെ ബുദ്ധിയിലുമില്ല, ഇത് ബുദ്ധിയിലുള്ളതായിട്ട് ഇവിടെ ആരുമില്ല എന്ന് പറയാ ഈ കാര്യങ്ങളെല്ലാം. തും ജാൻതേ ഹോ സത്യയുഗമേ സാരേ വിശ്വ പർ ശാന്തി ദി. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം, സത്യയുഗത്തിൽ നോക്കുമ്പോൾ മുഴുവൻ വിശ്വത്തിലും ശാന്തിയായിരുന്നു. ഏക് ഭാരത് ഖണ്ഡ് കെ സിവായി ദൂസര കോയി ഖണ്ഡ് നഹീദ. അതായത് ഒരു ഭാരതഖണ്ഡത്തെ കൂടാതെ വേറൊരു ഖണ്ഡവും ഇവിടെ ഉണ്ടായിരുന്നില്ല. പീച്ചെ ഓർ ഖണ്ഡ് ഹുയേ ഹെ. പിന്നീടാണ് ഓരോ ഖണ്ഡങ്ങളും വന്നതെന്ന് പറയാ ബാബ. അബി കിത്തനെ ഖണ്ഡ് ഹെ. ഇപ്പൊ എത്ര ഖണ്ഡങ്ങളാണെന്ന് ബാബ പറയാ. അബി ഇസ് ഗേൽ കാ ബി അന്ത് ഹെ. ഇപ്പോ ഈ ഒരു കളിയുടെയും അന്തിമമാണ്. കഹ്തേ ബി ഹെ ഭഗവാൻ സരൂർ ഹോഗ പരന്തു ഭഗവാൻ കോൻ ഓർ കിസ് രൂപമേം ആത്തേ ഹെ. അപ്പൊ ബാബ പറയുന്നത് യഹ് നെഹി ജാൻതേ. അതായത് പറയുന്നുണ്ട് ഭഗവാൻ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ബാബ പറയാണ് ഭഗവാൻ ആരാണ്, ഏത് രൂപത്തിലാണ് വരുന്നത്, ഇതൊന്നും അറിയുന്നില്ല എന്ന് പറയാ. മനുഷ്യർക്ക് ഇതൊന്നും അറിയുന്നില്ല. ശ്രീകൃഷ്ണതോ ഹോ നാ സകെ. അതായത് ശ്രീകൃഷ്ണനായിരിക്കാൻ കഴിയില്ല എന്ന് പറയാം. ശ്രീകൃഷ്ണൻ ഒരിക്കലും ഭഗവാനാകാൻ കഴിയില്ല. നാ കോയി പ്രേരണാസേ വ ശക്തിസേ കാം കരാ സക്ത ഹേ. അപ്പൊ ബാബ പറയുന്നത് ഒരു പ്രേരണയിലൂടെയോ അല്ലെങ്കിൽ ശക്തിയിലൂടെയോ ഒന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. ബാപ് തോ മോസ്റ്റ് ബിലൗഡ് ഹേ ഉൻസെ വർഷ മിൽത്താ ഹേ. ബാബ വളരെയധികം സ്നേഹിയാണ് ബാബ. ഈ ബാബയിൽ നിന്ന് തന്നെയാണ് നമുക്ക് സമ്പത്ത് ലഭിക്കുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് ഹി സ്വർഗ സ്ഥാപൻ കർത്തേ ഹേ തോ ഫിർ ജരൂർ പുരാനി ദുനിയാ കാ വിനാശ് ബി വഹ് കരായേങ്കെ. അപ്പൊ ബാബയാണ് ഇവിടെ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നതെങ്കിൽ ബാബ തന്നെ ഈ പഴയ ലോകത്തിന്റെ വിനാശവും ചെയ്യിപ്പിക്കും. തും ജാൻതേ ഹോ സത്യയുഗമേം യക് ലക്ഷ്മി നാരായണന്റെ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയില്ലേ, ഈ സത്യയുഗത്തില് ഈ ലക്ഷ്മി നാരായണനായിരുന്നു. അബ് ഫിർ ഖുദ് പുരുഷാർത്ഥ സേ യഹ് ബൻ രഹേ ഹേ. ഇപ്പൊ വീണ്ടും അവരെ സ്വയം പുരുഷാർത്ഥം ചെയ്ത് വീണ്ടും അവരെ ലക്ഷ്മി നാരായണനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നശാരഹന ചാഹിയേന. അപ്പൊ നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കേണ്ടേ എന്ന് ബാബ ചോദിക്ക. ഭാരതമേം രാജ്യകർത്തേതേ. ഇവര് ഭാരതത്തിൽ തന്നെയാണ് ഇവര് രാജ്യം ഭരിച്ചിരുന്നത്. ശിവബാബ രാജ്യ ദേക്കർ ഗയാദ ऐसा नहीं कहेंगे ശിവബാബ രാജ്യ കർക്കെ ഗയാദ. അതായത് ശിവബാബ നമുക്ക് രാജ്യം തന്നിട്ടാണ് പോയത്, അല്ലാതെ ശിവബാബ രാജ്യം ഭരിച്ചിട്ടല്ല പോയത്. ശിവബാബ നമുക്ക് രാജ്യം തന്നിട്ടാണ് പോയത്. ഭാരതക്കോ രാജ്യ ദേക്കർ ഗയാദ. അതായത് ഭാരതത്തിന് രാജ്യം നമുക്ക് കുട്ടികൾക്ക് തന്നിട്ടാണ് ബാബ പോയത്. ലക്ഷ്മി നാരായൺ രാജ്യ കർത്തേ ദേന. ബാബ പറയുന്നത് ലക്ഷ്മി നാരായണൻ രാജ്യം ഭരിച്ചിരുന്നല്ലോ എന്ന് ബാബ ചോദിക്കാം. ഭാരത് കോ രാജ്യ ദേക്കർ ഗയാദ ലക്ഷ്മി നാരായൺ രാജ്യ കർത്തേ ദേന ഫിർ ബാബ രാജ്യ ദേനെ ആയേ ഹേ.
പിന്നെ വീണ്ടും ബാബ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് രാജ്യഭരണം തരാൻ. कहते हैं मीठे मीठे बच्चे तुम मुझे याद करो और चक्र को याद करो. അപ്പൊ ബാബ മനസ്സിലാക്കി തരാണ് കുട്ടികളുടെ അടുത്ത്, മധുരമായ കുട്ടികളെ, നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, അതുപോലെ ചക്രത്തെയും, അല്ലെ സൃഷ്ടി ചക്രം അറിയാലോ, അതിനെയും ഓർമ്മിക്കൂ എന്ന് ബാബ പറയാം. തുമ്നെ ഹി 84 ജന്മ ലിയേ ഹെ, നിങ്ങൾ തന്നെയാണ് 84 ജന്മം എടുത്തത്. കം പുരുഷാർത്ഥ് കർത്തേ ഹേ തോ സമജോ ഇസ്നെ കം ഭക്തി കി ഹേ. അപ്പൊ ബാബ പറയുന്നത് കുറച്ച് പുരുഷാർത്ഥം ചെയ്യുന്നവരുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ അവര് വളരെ കുറച്ച് ഭക്തിയെ ചെയ്തിട്ടുള്ളൂ. ജാസ്തി ഭക്തി കർണേ വാലെ പുരുഷാർത്ഥ ബി ജാസ്തി കരേങ്കെ. അതായത് ബാബ പറയുന്നത് ധാരാളം ഭക്തി ചെയ്തിട്ടുള്ളവര് അവര് പുരുഷാർത്ഥവും നല്ല രീതിയിൽ ചെയ്യുമെന്ന് ബാബ പറയാ. കിത്തന ക്ലിയർ കർ സമജാത്തേ ഹേ പരന്തോ ജബ് ബുദ്ധിമേ ബൈട്ടെ. ബാബ പറയുന്നത് ബാബ എത്ര നല്ല രീതിയിലാണ് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത്, പക്ഷെ ഇത് ബുദ്ധിയിലിരിക്കുന്നില്ല എന്ന് ബാബ പറയാ. തുമാരാ കാം ഹേ പുരുഷാർത്ഥ കരാന, നിങ്ങളുടെ ജോലിയാണ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക. കം ഭക്തി കി ഹോഗി തോ योग ലഗേഗാ നഹി. ബാബ പറയുന്നത് കുറച്ച് ഭക്തിയെ ചെയ്തിട്ടുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് യോഗവും അത്ര നല്ല രീതിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് ബാബ പറയാ. ശിവബാബാക്ക് യാദ് ബുദ്ധിമേം ടഹരേങ്കി നഹി. അപ്പോൾ കുറച്ച് ഭക്തി ചെയ്തിട്ടുള്ളവർക്ക് യോഗവും അത്ര നല്ല രീതിയിൽ കിട്ടില്ല, അതുപോലെ ബാബയുടെ ഓർമ്മയും ബുദ്ധിയിൽ അത്ര ഇരിക്കില്ല എന്ന് പറയാ ബാബ. കബീബി പുരുഷാർത്ഥമേം ടണ്ട നഹി ഹോന ചാഹിയേ. നിങ്ങൾ ഒരിക്കലും ഈ പുരുഷാർത്ഥം ചെയ്യുന്ന കാര്യത്തിൽ തണുത്തു പോകരുതെന്ന് പറയാ, അല്ലെ? ബാബ എപ്പോഴും പറയാറുണ്ടല്ലോ, അലസരാകരുത്, തണുത്തു പോകരുത്. ഏത് കാര്യത്തില്? പുരുഷാർത്ഥം ചെയ്യുന്ന കാര്യത്തില്. മായാക്കോ പഹൽവാൻ ദേഖ് ഹാർട്ട് ഫെയിൽ നഹി ഹോന ചാഹിയേ. അതായത് മായയുടെ ശക്തി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഹാർട്ട് ഫെയിൽ ആകരുതെന്ന് പറയാ ബാബ. മായാക്കെ തൂഫാൻ തോ ബഹുത്ത് ആയെങ്കെ. അതായത് മായയുടെ കൊടുങ്കാറ്റ് ധാരാളം വരുന്നു പറയാ ബാബ. യഹ് ബി ബച്ചോം കോ സംജായാ ഹേ ആത്മാ ഹി സബ് കുച്ച് കർത്തി ഹേ. ബാബ നമ്മൾ കുട്ടികൾക്ക് ഇതും മനസ്സിലാക്കി തരാണ്, അതായത് ആത്മാവാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ശരീർ തോ കദം ഹോ ജായേഗ. ശരീരം തീർച്ചയായിട്ടും നശിക്കുന്നു പറയാ ബാബ. ആത്മാ നിക്കൽ ഗയേ ശരീർ മിട്ടി ഹോ ഗയ. അതായത് ആത്മാവ് ശരീരത്തിൽ നിന്ന് പോന്നോ പിന്നെ ശരീരം മണ്ണായി, അതാണ് ബാബ പറയുന്നത്. കാരണം ശരീരം നിശ്ചലമായല്ലോ. വഹ് ഫിർ മിൽനെ കാ തോ ഹേ നഹി. പിന്നീട് നമുക്ക് ആ ശരീരം കാണാൻ കഴിയില്ല. ഫിർ ഉൻകെ യാദ് കർ രോനെ ആദി സേ ഫായദാ ഹി ക്യാ. പിന്നെ നമ്മൾ ആ ശരീരത്തെ ഓർത്തുകൊണ്ട് ദുഃഖിച്ച് കരഞ്ഞിട്ട് എന്ത് പ്രയോജനമാണെന്ന് ബാബ ചോദിക്കാം. കാരണം ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ശരീരം ജഡമായി, പിന്നെ അത് മണ്ണിൽ തന്നെ ചേരും, അല്ലെ? ദഹിപ്പിക്കും. പിന്നെ നിങ്ങൾ അതിനെ കാണാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ അതിനെ ഓർത്തിട്ട് എന്തിനാണ് ഇത്ര കരയുന്നതെന്ന് ബാബ ചോദിക്കുക. എന്ത് പ്രയോജനമാണ് കരഞ്ഞിട്ട്? വഹി ചീസ് ഫിർ മിലേഗി ക്യാ. എന്താ നിങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ ആ വസ്തു നിങ്ങൾക്ക് തിരികെ കിട്ടുമോ എന്ന് ബാബ ചോദിക്കാം. ആത്മാനെ തോ ജാക്കർ ദൂസര ശരീർ ലിയ. ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അടുത്ത ശരീരം എടുക്കും. അബി തും കിത്തനി ഊഞ്ച് കമായി കർത്തേ ഹോ. ബാബച്ചു പറയാണ്, ഇപ്പൊ നിങ്ങൾ കുട്ടികൾ എത്ര ഉയർന്ന സമ്പാദ്യമാണ് ഉണ്ടാക്കുന്നത്. തുമാരാ ഹി ജമാ ഹോത്താ ഹേ ബാക്കി സബ് കാ നാ ഹോ ജായേഗ. നിങ്ങളുടെ തന്നെയാണ് ശേഖരണം ഉണ്ടാവുക. ആ ശേഖരണം നിങ്ങളുടെ കൂടെ വരും, അല്ലേ? കാരണം നമ്മൾ ശേഖരിക്കുന്നത് അവിനാശി ജ്ഞാനരത്നങ്ങളാണ്. ബാക്കിയുള്ളവരുടെ എല്ലാം നഷ്ടപ്പെടുന്ന ബാബ പറയാ. നിങ്ങളുടെ തന്നെയാണ് ശേഖരണം ഉണ്ടാവുക. ബാബ ബോലാ വ്യാപാരി ഹേ തബ് തോ തുംകോ മുട്ടി ചാവൽ കെ ബദലെ 21 ജന്മോം കെ ലിയെ മഹൽ ദേ ദേത്താ ഹേ കിത്തനാ ബ്യാജ് ദേത്താ ഹേ. അപ്പൊ ബാബ പറയാണ്, ബാബ നിഷ്കളങ്കനായ വ്യാപാരിയാന്ന് പറയാ. അതുകൊണ്ട് 21 ജന്മത്തേക്കാണ് ബാബ നമുക്ക് കൊട്ടാരം തരുന്നത്. എന്തിനു പകരമായിട്ട്? ഒരു പിടി അവലിന് പകരം. നമ്മൾ ബാബയ്ക്ക് കൊടുക്കുന്നത് അതാണ്, ഒരു പിടി അവല്. അതിന് പകരം ബാബ നമുക്ക് തരുന്നത് 21 ജന്മത്തേക്കുള്ള സമ്പാദ്യമാണ് ബാബ നമുക്ക് തരുന്നത്. എത്ര പലിശയാ തരുന്നതെന്ന് ബാബ പറയാം.
തുംകോ ജിത്തന ചാഹിയെ ഭവിഷ്യ കേ ലിയെ ജമാ കരോ. അപ്പം ബാബ പറയുന്നത് നിങ്ങൾ എത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടി ശേഖരിക്കൂ. परंतु ऐसे नहीं अंत में माकर कहेंगे जमा करो तो उस समय लेकर क्या करेंगे. അപ്പം ബാബ പറയുന്നത് ഇങ്ങനെയല്ല, അന്തിമത്തിൽ വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് നിങ്ങൾ ശേഖരിക്കൂ, അങ്ങനെ പറയില്ല. അപ്പം ബാബ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ട് അന്തിമ സമയത്ത് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, അല്ലേ? അപ്പം ബാബ പറയുന്നത് ഇപ്പം ചെയ്യാനാണ് ബാബ പറയുന്നത്. അപ്പം ബാബ പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാനാണ്? അനാടി വ്യാപാരി തോടെ ഹി ഹേ. അപ്പം ബാബ പറയുന്നത് ഞാനങ്ങനെ മൂഢനായ വ്യാപാരി ഒന്നും അല്ല എന്ന് പറയാം, അല്ലെ? അന്തിമ സമയമാകുമ്പോൾ എല്ലാവരും ബാബയ്ക്ക് കൊണ്ട് സമർപ്പിക്കും. ആ സമയത്ത് ബാബ എന്ത് ചെയ്യാനാണ്, അല്ലേ? അപ്പം ബാബ പറയുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യണം. ബാബ അങ്ങനെ മൂഢനായ വ്യാപാരി ഒന്നുമല്ല. കാമമേം ആവേ നഹി ഓർ ബ്യാജ് ബർക്കർ ദേനാ പടേ. അതായത് ജോലിക്ക് വരികയില്ല, പിന്നെ ധാരാളം പലിശയും കൊടുക്കുക, അങ്ങനെ നടക്കില്ലല്ലോ, അല്ലേ? കറക്റ്റ് സമയത്തിന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഫലവും കറക്റ്റ് സമയത്ത് ലഭിക്കും. അതാ ബാബ പറയുന്നത്. ഏസേക്ക ലേങ്കെ തോടേഹി. അപ്പം ബാബ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബാബ എടുക്കില്ല എന്ന് ബാബ പറയാം. തുംകോ മുട്ടി ചാവൽ കെ ബദലേ 21 ജന്മോം കെ ലിയെ മഹൽ മിൽ ജാത്തേ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ഒരു പിടി അവലിന് പകരം 21 ജന്മത്തേക്ക് കൊട്ടാരമാണ് ലഭിക്കുന്നതെന്ന് പറയാ ബാബ. കിത്തന ബ്യാജ് മിൽത്താ ഹേ. എത്ര പലിശയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? ബാബ കഹത്തെ ഹേ നമ്പർ 1 ബോല തോ മേ ഹൂം. ബാബ പറയുന്നത് നമ്പർ 1 നിഷ്കളങ്കൻ ഞാനാണ്. देखो तुमको विश्व की बादशाही देता हूँ, സിർഫ് തും ഹമാരെ ബൻകർ സർവീസ് കരോ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികളെ ഞാൻ വിശ്വത്തിൻ്റെ അധികാരി അല്ലെങ്കിൽ വിശ്വത്തിൻ്റെ ചക്രവർത്തിയായിട്ടാണ് നിങ്ങളെ മാറ്റുന്നത്. നിങ്ങൾ കേവലം എന്താ ചെയ്യുന്നത്? നിങ്ങൾ കേവലം എൻ്റേതായി മാറി നിങ്ങൾ സേവനം ചെയ്യൂ. ബാബയുടേതായി മാറി ബാബയുടെ സേവനം ചെയ്യുമ്പോൾ ബാബ നമുക്ക് എന്താ തരുന്നത്? വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയാണ് തരുന്നത്. ബോലാനാഥ് ഹേ തബ് തോ ഉൻകോ സബ് യാദ് കർത്തേ ഹേ. അതായത് നിഷ്കളങ്കനായതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ബാബയെ ഓർമ്മിക്കുന്നത്. അബ് തും ഹോ ജ്ഞാൻ മാർഗമേ. നിങ്ങളിപ്പോൾ ജ്ഞാനമാർഗത്തിലാണ്. അബ് ബാപ്പ് കി ശ്രീമത്ത് പർ ചലോ ഓർ ബാദ്ഷാഹിലോ. അപ്പം ബാബ പറയാണ് കുട്ടികളോട്, ഇപ്പം നിങ്ങൾ ഈ അച്ഛൻ്റെ ഈ ബാബ തരുന്ന ശ്രീമതമുണ്ടല്ലോ, ആ ശ്രീമതത്തിലൂടെ നടക്കൂ. അതിനുശേഷം നിങ്ങൾ ബാബയുടെ അതായത് ബാബ തരുന്ന ചക്രവർത്തി പദവിയും നേടൂ. ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കുകയും ചെയ്യൂ, ചക്രവർത്തി പദവി നേടൂ. കഹ്തേ ബി ഹേ ബാബ ഹം ആയേ ഹേ രാജായി ലേനെ. പറയുന്നുണ്ട് കുട്ടികൾ, ബാബ ഞങ്ങൾ വന്നിരിക്കുന്നത് രാജ്യപദവി നേടാൻ തന്നെയാണ്. സോബി സൂര്യവംശീമേം. അതായത് അതും എവിടത്തെ രാജ്യപദവി? സൂര്യവംശിയിൽ, അല്ലേ? സത്യയുഗത്തിലെ സൂര്യവംശി. സത്യയുഗത്തിൽ നമ്മളെന്താണ്? സൂര്യവംശി രാജാക്കന്മാരാണ്. പിന്നീട് ത്രേതായുഗത്തിലേക്ക് വരുമ്പോൾ ചന്ദ്രവംശിയാകും. അപ്പം കുട്ടികൾ പറയാണ്, ബാബ ഞങ്ങൾ വന്നിരിക്കുന്നത് സൂര്യവംശി രാജാക്കന്മാരാകാൻ തന്നെയാണ്. അച്ഛാ തുമാര മുഖ് മീട്ടാഹോ. അപ്പം ബാബ പറയണ ശരി, നിങ്ങളുടെ മുഖം മധുരമല്ലേ എന്ന് ചോദിക്കുക ബാബ. अच्छा मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഇനി ബാബ ധാരണ പറയാണ്. ഫസ്റ്റ് പോയിന്റ്, ശ്രീമത് പർ ചൽ ബാദ്ഷാഹി ലേനി ഹേ. അതായത് ശ്രീമതത്തിലൂടെ നടന്ന് ചക്രവർത്തി പദവി നേടണം. ബാബ തരുന്ന മതമാണ് ശ്രീമതം. ആ ശ്രീമതത്തിലൂടെ നടന്ന് ചക്രവർത്തി പദവി നേടണം. ചാവൽ മുട്ടി ദേ 21 ജന്മോം കേലിയെ മഹൽ ലേനെ ഹേ. അതായത് ബാബ പറയാണ്, ഒരു പിടി അവല് കൊടുത്തിട്ട് 21 ജന്മത്തേക്ക് വേണ്ടി നിങ്ങൾ കൊട്ടാരം സ്വന്തമാക്കണം. ഭവിഷ്യക്കേലിയെ കമായി ജമാ കർണി ഹേ. ഭാവിയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശേഖരിക്കണം. സെക്കൻഡ് പോയിന്റ്, ഗൃഹസ്ഥ വ്യവഹാർ മേം രഹത്തെ ഇസ് പുരാനി ദുനിയാ സെ മമത്വ മിട്ടാക്കർ
പൂര പാവൻ ബന്നാഹേ. ബാബ പറയുന്നത് ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും ഈ പഴയ ലോകത്തോടുള്ള മമത്വം നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണമായിട്ടും പാവനമായി മാറണം. സബ് കുച്ച് കർത്തേ ബുദ്ധി ബാപ്പ് കി തരഫ് ലഗി രഹേ. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടും ബുദ്ധി ആരുടെ അടുത്തേക്കായിരിക്കണം? ബാബയുടെ അടുത്തേക്കായിരിക്കണം. വരദാൻ മനസാ ശുഭ ഭാവന ദ്വാര ഏക് ദോ കോ ആകെ ബഡാനെ വാലെ വിശ്വ കല്യാൺകാരി ഭവ. അതായത് ബാബ നമുക്ക് ഇന്ന് വരദാനം തരാണ്. മനസ്സിന്റെ ശുഭഭാവനയിലൂടെ പരസ്പരം മുന്നോട്ട് നയിക്കുന്ന വിശ്വ കല്യാണകാരിയായി ഭവിക്കട്ടെ. അതിന്റെ എക്സ്പ്ലനേഷൻ ബാബ തരുന്നത് യദി കോയി കുച്ച് റോങ് കർ രഹാ ഹേ तो उसे परवश समझकर रहम की दृष्टि से परिवर्तन करो, ഡിസ്കസ് നഹി കരോ. അപ്പോൾ ബാബ പറയുന്നത് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? ആ ആത്മാവ് പരവശമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ആത്മാവിനോട് നമുക്ക് എന്ത് വേണം? ദയാഭാവം, ദയയുടെ ഒരു ദൃഷ്ടി വേണം അവരുടെ അടുത്ത്. ആ ദയയുടെ ദൃഷ്ടിയിലൂടെ അവരെ പരിവർത്തനം ചെയ്യൂ. അല്ലാതെ ആ തെറ്റിനെ നിങ്ങൾ ഡിസ്കസ് ചെയ്യരുത്. ആരെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് എന്താ പ്രയോജനം? അതിന് പകരം ആ ആത്മാവിന് നേരെ ദയാഭാവം, ദയയുടെ ദൃഷ്ടിയിലൂടെ നമുക്ക് അവരെ പരിവർത്തനം ചെയ്യാൻ സാധിക്കും. അഗർ കോയി പത്തർ സെ രൂക്ക് ജാതാ ഹേ तो आपका काम है पार करके चले जाना या उसको भी साथी बनाकर पार ले जाना. ഇപ്പൊ ആരെങ്കിലും ബാബ പറയുന്നത് ഒരു കല്ലിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ താങ്കളുടെ കർത്തവ്യമാണ് എന്താണ്? അവരെ മുന്നോട്ട് നയിക്കുക. ഇല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടി അവരെയും കൂട്ടി മുന്നോട്ട് പോവുക. അല്ലാതെ അവരവിടെ വിട്ടു പോവുക അല്ലെങ്കിൽ അവരുടെ ആ തെറ്റിന്, അതാണ് ബാബ പറയുന്നത്, ഒരു തെറ്റ് ചെയ്യണ കണ്ട അവരെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് ചേഞ്ച് വരില്ല. അതിന് പകരം അവരെ ഒപ്പം കൂട്ടി അവരെയും കൂടി മുന്നോട്ട് നയിക്കാനാണ് ബാബ പറയുന്നത്. इसके लिए हर एक की विशेषता को देखो, കമിയോം കോ ചോടത്തെ ജാവോ. ഇതിനായിട്ട് ബാബ എന്ത് യുക്തിയാ പറയുന്നത്? ഓരോരുത്തരുടെയും വിശേഷത നോക്കാനാണ് പറയുന്നത്. അല്ലാതെ അവരുടെ കുറവുകളെ നോക്കരുതെന്ന് പറയാം. കുറവുകളെ നോക്കുമ്പോഴാണ് നമ്മൾ അവരൊപ്പം കൂട്ടാത്തതും മുന്നോട്ട് നയിക്കാത്തതും. പക്ഷേ ഓരോ ആത്മാവിലും ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ നോക്കാനാണ്, അല്ലെങ്കിൽ ആ വിശേഷതയെ നോക്കാനാണ് ബാബ പറയുന്നത്. अब किसी को भी वाणी से सावधान करने का समय नहीं, लेकिन मनसा शुभ भावना द्वारा एक दूसरे के सहयोगी बनकर आगे बढ़ो और बढ़ावो, तब कहेंगे विश्व कल्याणकारी. അപ്പം ബാബ പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വാക്കിലൂടെ അവരെ ഓർമ്മപ്പെടുത്താൻ ഉള്ള സമയമില്ല എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിൻ്റെ ശുഭഭാവനയിലൂടെ പരസ്പരം നിങ്ങൾ സഹയോഗം കൊടുക്കൂ. അത് സഹയോഗം കൊടുത്തുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ പോകൂ, അവരെയും മുന്നോട്ട് നയിക്കൂ. അങ്ങനെയാണെങ്കിൽ ബാബ പറയുന്നത് പറയാം നിങ്ങളെ വിശ്വകല്യാണകാരി. കാരണം ലോകത്തിൻ്റെ മുഴുവൻ കല്യാണം നമ്മൾ ചെയ്യണം, അതായത് മംഗളം ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ബാബ പറയുന്ന യുക്തിയാണ് എല്ലാവരുടെയും വിശേഷതയെ നോക്കൂ. അവരുടെ കുറവുകളെ നോക്കരുത്, വിശേഷതയെ നോക്കൂ. അപ്പം അവർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാലും അവരുടെ ആ വിശേഷതയെ നമ്മൾ കാണുമ്പോൾ എന്താണ്? ആ വിശേഷത അവർക്കുണ്ടല്ലോ. അവർക്ക് നേരെ നമുക്ക് എന്ത് വേണം? ദയയുടെ ഭാവം വേണം. ആ ദയയുടെ ഭാവത്തിലൂടെ അവരെ പരിവർത്തനപ്പെടുത്തി അവരെ ഒപ്പം കൂട്ടി മുന്നോട്ട് നയിക്കണം. അപ്പോഴാണ് നമ്മളെ എന്ത് പറയാ? വിശ്വ കല്യാണകാരി, അതായത് ലോകത്തിൻ്റെ മംഗളം ഉണ്ടാക്കുന്നവർന്ന് അപ്പോഴാണ് പറയാ. സ്ലോഗൻ ദൃഢസങ്കൽപ് കി ബെൽറ്റ് ബാന്ധ് ലോ തോ സീറ്റ് സെ അപ്സെറ്റ് നെഹി ഹോങ്കെ. അതായത് ദൃഢസങ്കല്പമാകുന്ന ബെൽറ്റ് ഉറപ്പിക്കാൻ പറയാ ബാബ. അങ്ങനെയാണെങ്കിൽ സീറ്റിൽ നിങ്ങൾ അപ്സെറ്റ് ആകില്ല. ഏതാ നമ്മുടെ സീറ്റ്? ആത്മാവ്. ആത്മാന്നുള്ള സ്ഥിതിയാണ് നമ്മുടെ സീറ്റ്. ആ സീറ്റിൽ നമ്മൾ അപ്സെറ്റ് ആകാതിരിക്കാൻ ദൃഢസങ്കല്പമാകുന്ന ബെൽറ്റ്, അതായത് ദൃഢസങ്കല്പം എന്തായിരിക്കണം? എല്ലാവരെ പ്രതിയും നമുക്ക് ശുഭഭാവനയായിരിക്കണം. മനസ്സുകൊണ്ട് എല്ലാവരെ പ്രതിയും ശുഭഭാവന എന്നുള്ള ആ ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് നമ്മൾ മുറുക്കുമ്പോൾ
ഒരിക്കലും നമ്മൾ അപ്സെറ്റ് ആകില്ല. കാരണം അപ്പം നമ്മൾ എന്താ കാണാൻ, മറ്റുള്ളവരുടെ ഗുണങ്ങൾ, വിശേഷതകളെ കാണുള്ളൂ. മറ്റുള്ളവരുടെ കുറവുകൾ കാണുമ്പോഴാണ് അപ്സെറ്റ് ആകുന്നത്. അതാ ബാബ പറയുന്നത്. ഇനി അവ്യക്ത ഇഷാരെ ബാബ തരുന്നുണ്ട്. അതായത് അവ്യക്ത സൂചന. രൂഹാനി റോയൽറ്റി ഓർ പ്യൂരിറ്റി की പേഴ്സണാലിറ്റി ധാരൺ കരോ. അതായത് ആത്മീയ വ്യക്തിത്വം, അതുപോലെ പവിത്രതയുടെ പേഴ്സണാലിറ്റി, പവിത്രതയുടെ വ്യക്തിത്വവും ആത്മീയ രാജകീയതയും അതിൻ്റെ ധാരണ ചെയ്യാനാണ് ഈ മാസത്തെ പോയിന്റ്. അതിൽ ബാബ പറയുന്നത് പ്രത്യക്ഷതാ കാ സൂര്യോദയ് തബ് ഹോഗ ജബ് പവിത്രതാ കി ക്ഷമ ചാരോം ഓർ ജലായേങ്കെ. അപ്പം ബാബ പറയുന്നത് എപ്പോഴാണോ പവിത്രതയുടെ ദീപം നാനാഭാഗത്തും കത്തുന്നത്, അപ്പോഴാണ് പ്രത്യക്ഷതയുടെ സൂര്യ ഉദയം ഉണ്ടാകുന്നത്. ജൈസെ वो क्षमा ले करके चक्कर लगाते हैं, ऐसे पवित्रता की क्षमा चारों ओर जगमगा दो, तब सब बाप को देख सकेंगे, पहचान सकेंगे. ബാബ പറയുന്നത് എങ്ങനെയാണോ നമ്മളൊരു ദീപവും പിടിച്ച് നമ്മൾ പ്രദക്ഷിണം വയ്ക്കാറുണ്ടല്ലോ, അതുപോലെ പവിത്രതയാകുന്ന ദീപത്തെ നാനാഭാഗത്തും നിങ്ങൾ പവിത്രതയാകുന്ന ദീപത്തെ കത്തിക്കൂ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് ബാബയെ, ബാക്കി എല്ലാവർക്കും ബാബയെ കാണാനും സാധിക്കും, ബാബയെ തിരിച്ചറിയാനും സാധിക്കും. എപ്പോഴാണ് പവിത്രതയാകുന്ന ദീപം വേണം ചുറ്റും കത്താൻ, അപ്പോഴാണ് ബാബയെ മനസ്സിലാക്കാനും ബാബയെ കാണാനും സാധിക്കുക. ജിത്നി അജൽ പവിത്രതാ കി ക്ഷമ ഹോഗി ഉത്തന സഹജ് സബി ബാപ്പ് കോ പഹചാൻ സക്കേങ്കെ ഓർ പവിത്രതാ കി ജയ് ജയ്കാർ ഹോഗി. ബാബ പറയുന്നത് എത്ര പവിത്രതയുടെ ദീപം ഉറച്ചതാണോ അത്രയും സഹജമായി എല്ലാവർക്കും ബാബയെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കും. അതുപോലെ തന്നെ പവിത്രതയുടെ ജയ ജയാരവം മുഴങ്ങുകയും ചെയ്യുമെന്ന് ബാബ പറയാം. ഓം ശാന്തി. നമുക്കൊരു മിനിറ്റ് ബാബേനെ ഓർമ്മിക്കാം. राजयोगी बनो राजयोगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। जिंदगी में परम शांति होगी, मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। मन का दर्पण दमकने लगेगा, आत्मचिंतन चमकने लगेगा। मन का दर्पण दमकने लगेगा, आत्मचिंतन चमकने लगेगा। योग
पथ पर जरा चल के देखो, सारा जीवन महकने लगेगा, सारी काया हो, सारी काया बनेगी निरोगी। मेरे प्यार बनो राजयोगी, राजयोगी बनो राजयोगी। योग ഓം ശാന്തി.